ഇത് ഈ എമർജൻസി ഘട്ടങ്ങളിലൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. മാത്രമല്ല ഈ പ്ലാന്റ് നമുക്ക് ഇതിൽ 2 ദിവസം വരെ ഇതിൽ ഓക്സിജൻ സൂക്ഷിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ള വലിയ ടാങ്കറുകൾ ഇതിലുണ്ട്, കണ്ടൻസ് ചെയ്തിട്ട് സൂക്ഷിക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-2 ദിവസം ഈ പ്ലാന്റ് വർക്ക് ചെയ്തില്ലെങ്കിലും ഓക്സിജൻ്റെ ലഭ്യത ഉണ്ടായിരിക്കും. എന്തായാലും ഇത് നമ്മുടെ വളാഞ്ചേരിയിൽ ആദ്യമായിട്ടാണ്, മലപ്പുറം ജില്ലയിൽ തന്നെ 4-5 സെൻറ്ററുകളിൽ മാത്രമേ നിലവിൽ ഓക്സിജൻ പ്ലാന്റ് ഉള്ളൂ. അത് ആധുനിക ചികിത്സാ രംഗത്ത് ഒരു വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഓക്സിജൻ അഥവാ ജീവവായു. അതിൻ്റെ ആവശ്യകത നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലും അതേപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ശരീരത്തിൽ ഓക്സിജൻ കുറവ് വരുന്ന ഏതൊരു കണ്ടീഷനിലും ഏറ്റവും അത്യന്താപേക്ഷിതമായതാണ് ഓക്സിജൻ. വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ ഓക്സിജൻ പ്ലാന്റ് സ്വന്തമായി തന്നെ ഓക്സിജൻ നിർമ്മിച്ച് അത് പൈപ്പ് വഴി കാഷ്വാലിറ്റിയിലും അതുപോലെ ICUയിലും എമർജൻസി വിഭാഗത്തിലൊക്കെ തന്നെ ഒരു ആശ്രയമില്ല, സ്വാശ്രയമായി തന്നെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്.